രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ ഇലക്ഷൻ വികസനം, വിശ്വാസ സംരക്ഷണം, കേരളത്തിന്റെ ഭാവിയിന്റെ രാഷ്ട്രീയത്തിൽ സുരക്ഷ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. വികസനം വിവാദമല്ല, വികസനം തൊഴിലില്ലായ്മയല്ല, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന മാറാത്തത് മാറ്റാനും മുട്ടാത്തത് മുട്ടിക്കാനും വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏകദേശം മാറാത്തത് മാറ്റി മുട്ടാത്തത് മുട്ടിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ. ആദ്യം കിട്ടിയ കോർപ്പറേഷനല്ലേ, ആ കോർപ്പറേഷനിൽ ഇപ്പം മുട്ടാത്തത് മുട്ടിക്കിടക്കുകയാണ് മൊത്തത്തിൽ. കാരണം അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. അവിടെ മിനറൽ വാട്ടർ വരെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് എടുത്തുപയോഗിക്കുകയാണ് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയിട്ട്. കാരണം എനിക്കാണെങ്കിൽ വെള്ളം കിട്ടണ്ടേ, ആ വെള്ളം ഈസ്റ്റ്പോർട്ട് കിട്ടുന്നില്ല, തമ്പാനൂർ കിട്ടുന്നില്ല, അതുപോലെ വഴുതക്കാട് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം ഇല്ല എന്നാണ് പറഞ്ഞത്. ആ വെള്ളം ഇല്ലാത്തടത്തൊക്കെ മിനറൽ വാട്ടർ വരെ ആൾക്കാർ വാങ്ങിക്കൊണ്ടു. അതുവരെ ക്ഷാമമായി തുടങ്ങിയപ്പോൾ ഒരു ഓൺലൈനിൽ 2 ദിവസമൊക്കെ വെള്ളത്തിന് കാത്തിരിക്കണം. 2 ദിവസമൊക്കെ വെള്ളത്തിന് കാത്തിരിക്കുമ്പോഴാണ് ഓൺലൈനിൽ വെള്ളം കിട്ടുന്നത്. ഇപ്പം നമ്മളെ വി രാജേഷ് ഒരു കാര്യം പറയാനുണ്ട്, അതും കൂടി ഒന്ന് കേട്ടാൽ നമ്മൾ കാര്യങ്ങൾ വളരെ വ്യക്തമാവും. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് 8 ടാങ്കറുകൾ ഉണ്ടാവും. അത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന ആവശ്യങ്ങളനുസരിച്ച് അവിടെ നിന്ന് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് 8 ടാങ്കറുകൾ ആ പ്രദേശത്ത് യാത്ര ചെയ്യും. ഇട റോഡുകളിലൊക്കെ തന്നെ 2000 ലിറ്ററിന്റെ ചെറിയ ടാങ്കറുകളും വലിയ ഇപ്പോൾ ശാസ്തമംഗലം, കവടിയാറൊക്കെ പോലുള്ള പ്രദേശങ്ങളിൽ 10000 ലിറ്ററിന്റെയൊക്കെ വലിയ ടാങ്കറുകളുമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യമായ ഘട്ടത്തിൽ കൂടുതൽ വാഹനങ്ങൾ, ഇപ്പോൾ കൂടുതൽ വാർഡുകളിൽ നിന്നും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ ഓരോ വാഹനത്തിന് നമ്പറിട്ട് വാർഡുകളിലേക്ക് നൽകും. അപ്പോൾ കൗൺസിലർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അക്കാര്യം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി രാജേഷ് പറയുന്നത് പിന്നെ ആറ്റുകാൽ ആ ഭാഗത്ത് 8 വാട്ടർ ടാങ്കർ ലോറികൾ ആക്കിയിട്ടുണ്ട് എന്നാണ്. ഭയങ്കര ആക്കല. കാരണം എനിക്കാണെങ്കിൽ വെള്ളം ആവശ്യക്കാർക്ക് ഇങ്ങനെ പടപടായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ പോലും ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം കുപ്പിവെള്ളം മിനറൽ വാട്ടർ ഉപയോഗിച്ചാണ് കൂടുതൽ ആളുകളും പ്രാഥമിക ആവശ്യങ്ങൾ വരെ നിറവേറ്റുന്നത്. അപ്പം മുട്ടാത്തത് മുട്ടിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഏതായാലും തിരുവനന്തപുരത്തുകാർ വോട്ട് ചെയ്താലും ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇനി വെള്ളത്തിൻ്റെ പോട്ടെ, വെള്ളം ഏതായാലും പിന്നെ പൈപ്പ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയതാണ് പ്രശ്നമായത്. അത് പൊട്ടിയത് നന്നാക്കാനുള്ള സമയമോ അല്ലാന്നുണ്ടെങ്കിൽ നന്നാക്കേണ്ട രീതിയിൽ നന്നാക്കിക്കേ ഒന്നും ചെയ്യാനില്ല. ഇവരെ വിശ്വാസം സംരക്ഷിക്കാൻ നടക്കുകയാണ് ഇവർ. അപ്പം വിശ്വാസം സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകൾ കുറച്ച് വിശ്വാസം പാക്കറ്റാക്കി കൊടുത്തുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലുള്ള ആളുകൾക്ക് കുടിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വേസ്റ്റുകൾ വാരുന്നില്ല, വേസ്റ്റുകൾ കൂമ്പാരമായി കിടക്കുകയാണ്, ഡ്രെയിനേജുകൾ പൊട്ടിയൊലിക്കുകയാണ്. ഇത് മുഴുവനും ഇവർ ഉദ്ദേശം എന്താണ്, ഭരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ വളരെ സിമ്പിളാണെന്നാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നല്ല സ്ഥലങ്ങൾ നല്ലതുപോലെ ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ മുഴുവനും ഇവർ തീട്ടം പോലാക്കി മാറ്റി. എന്നിട്ട് പറയാണ് ഞങ്ങൾ പിന്നെ എന്താ മുദ്രാവാക്യം, മാറാത്തത് മാറ്റും. ശരിയാണ്, നിങ്ങൾ മാറാത്തത് മാറ്റുന്നുണ്ട്. ഇതുവരെ മാറാത്തൊരു കാര്യമായിരുന്നു കുടിവെള്ള പദ്ധതി. ആ കുടിവെള്ള പദ്ധതി ഇപ്പം മാറാത്തത് മുട്ടാത്ത കാര്യങ്ങൾ മുട്ടിക്കും, മാറാത്ത കാര്യങ്ങൾ നിങ്ങൾ മാറ്റും ചെയ്യും. ഇതാണ് നിങ്ങളെ മുദ്ര. അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഭാഗത്തേക്ക് നോക്കണം. അവിടെ എങ്ങനെയാണ് ഭരിക്കുന്നത്, ഇവരെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും BJP ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ എന്ത് മികവാണ് ഇവർക്ക് ഉള്ളത് എന്ന് നോക്കിയിട്ട് വേണം ഇവർക്ക് വോട്ട് ചെയ്യാൻ. തിരുവനന്തപുരത്തുകാർക്ക് പണി കിട്ടി, വോട്ട് ചെയ്ത് നല്ല 8ന്റെ പണിയാണ് തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയത്. അതുപോലെ ഇനി മറ്റുള്ള ജില്ലകൾക്കും അതുപോലെ മറ്റുള്ള പിന്നെ ഈ സംസ്ഥാനത്തിന് തന്നെ പണി കിട്ടണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോലുള്ള ജനങ്ങളാണെന്ന് മാത്രമേ പറയാനുള്ളൂ. വിശ്വാസം പള്ളേ കടക്കൂല, വിശ്വാസം നെഞ്ചത്തിലുള്ളതാണ്. അത് ഓരോരുത്തരും വിശ്വാസമായിട്ട് ഓരോരുത്തർക്ക് നടക്കാം, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ വിശ്വാസം കൊണ്ട് വയറ്റി കിടക്കണമെങ്കിൽ വെള്ളവും ശുദ്ധമായ വായുവും അതുപോലെ തിന്നാൻ കിട്ടുക തന്നെ വേണം വയറ്റി കിടക്കണമെന്നുണ്ടെങ്കിൽ. അതില്ലാതെ വിശ്വാസം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിശ്വാസമല്ല സർക്കാർ പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് വിശ്വാസം മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതാണ്. അത് അവർ വിശ്വസിച്ചോളൂ. അവർക്ക് എന്ത് വിശ്വാസമാണ് ഉള്ളത് വെച്ചാൽ അവർക്ക് വിശ്വസിച്ച് നടക്കാം. അത് സംരക്ഷിക്കാൻ നിങ്ങൾ നടക്കേണ്ട. നിങ്ങൾ നടക്കേണ്ടത് ഓരോ സർക്കാർ നടക്കേണ്ടത് ഇന്ന് പിണറായി വിജയൻ നടക്കുന്നത് പോലെ നടക്കണം. അവർ വിശ്വാസം സംരക്ഷിക്കാനല്ല പിണറായി വിജയൻ നടക്കുന്നത്, വയറ്റി കിടക്കാനും അന്തി ഉറങ്ങാനുള്ള ഇടവുമാണ് പിണറായി വിജയൻ നൽകുന്നതെങ്കിൽ അതിനാണ് മികവ് എന്ന് കണ്ടു പഠിക്കണം അന്യസംസ്ഥാന സർക്കാരുകൾ. കണ്ടുപഠിക്കേണ്ടത് പിണറായി വിജയനാണ്. അവിടെയൊക്കെ വീട് പൊളിച്ചു മാറ്റുമ്പോൾ ഇവിടെ വീട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പഠിക്കണം അവർ, കാരണം അവർക്ക് മാതൃകയാണത്. കാരണം എന്താണെങ്കിൽ ഒരു പിന്നെ ചെറിയ സംസ്ഥാനമാണിത്. ആ ചെറിയ സംസ്ഥാനത്തിൽ ഒരു വീട് പോലും പൊളിക്കുന്നില്ല, ഒരു വീട് പൊളിച്ച് മാറ്റിക്കല്ല. അവർക്കൊക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് ജാതി മതം വിശ്വാസം നോക്കാതെ അവർ ഏത് വിശ്വാസക്കാരാണ് ആയാലും ആ ലെവലിൽ അവർക്ക് വീട് നൽകുന്ന സർക്കാരാണിത്. അത് പഠിക്കേണ്ടത് ഇങ്ങോട്ട് നോക്കി പഠിക്കണം, ഇവിടുന്ന് അങ്ങോട്ടല്ല നോക്കേണ്ടത്. വീട് പൊളിച്ച് മാറ്റുന്നതും വെള്ളം ഇല്ലാതെ വറ്റുമില്ലാതെ നടക്കുന്ന സംസ്ഥാനത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. അവർ നമ്മളെ സംസ്ഥാനത്തിലേക്ക് നോക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്.